മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ഷാനവാസിനെയും അക്ബറിനെയും വിളിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്താണ് ഈ ബിഗ് ബോസ് വീട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്ന് പറഞ്ഞാൽ രണ്ടിനും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറയും അടിയും മാത്രമാണ്. ഇത് നിങ്ങൾ എത്ര തവണയാണ് ഞാൻ വാൺ ചെയ്യുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊരു TV ഷോയാണ്. എത്ര പ്രേക്ഷകരാണ് ഇത് കാണുന്നത്? ബിഗ് ബോസ് തന്തയ്ക്ക് വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ മിണ്ടാണ്ടിരിക്കണോ? അതെൻ്റെ സംസ്കാരമല്ല. ബിഗ് ബോസ് എന്നെ പ്രകോപിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താണേലും വിളിക്കും. ഞാൻ തന്തയ്ക്കൊന്നും വിളിച്ചിട്ടില്ല. എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് നിൻ്റെ വീട്ടിൽ പോയി വിളിക്കാനാണ് പറഞ്ഞത്. അത് തന്തയ്ക്ക് വിളി ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റെന ഫാത്തിമയാണ് ഇവരെ തമ്മിൽ തല്ലിച്ച പ്രശ്നത്തിൻ്റെ മുഖ്യധാര എന്ന് പറയുന്നത്. ബിഗ് ബോസ് വീട്ടിൽ വൈൽഡ് കാർഡുകൾക്ക് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടാസ്കിൽ 7ൻ്റെ പണി മുട്ടൻ പണി കിട്ടുന്ന 4 പേരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 2 ആഴ്ച ഇനി ബിഗ് ബോസ് വീട്ടിൽ ലാലേട്ടനെ കാണാൻ പറ്റില്ലാത്ത 2 പേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഷാനവാസിനെയും റെന ഫാത്തിമേനെയാണ് സെലക്ട് ചെയ്തത്. റെന ഫാത്തിമേനെ സെലക്ട് ചെയ്തത് മസ്താനിയാണ്. ഒരു കണ്ടൻറ്റും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നിന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഷാനവാസും അത് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും മുമ്പിലേക്ക് റെന ഫാത്തിമ വരുന്നു. എന്നെ പലതവണ മിഡ് ഫിംഗർ വെച്ച് മോശമായ രീതിയിൽ മസ്താനി കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റെന ഫാത്തിമ ഒരു പ്രശ്നത്തെ ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഷാനവാസ് അതിൽ കയറി ഇടപെടുന്നു. ഷാനവാസ് റെന ഫാത്തിമേൻ്റെ ബോയ് ഫ്രണ്ടിനെ എന്തോ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതിൽ മണ്ടാം എന്നൊക്കെ തിരിച്ച് ഷാനവാസിനെ വിളിച്ചു. ആ ഒരു പ്രശ്നത്തിലേക്ക് അക്ബർ കയറി ഇടപെടുകയാണ്. ഇപ്പോൾ ബിഗ് ബോസ് ഒന്നും തന്നെ മിണ്ടുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഓരോ സമയം അനുവദിക്കാം. നിങ്ങളുടെ പ്രശ്നം തീർക്കാൻ വേണ്ടി ഞാനൊരു പ്രത്യേക സമയം ഏർപ്പെടുത്തി നിങ്ങൾ 2 പേരെയും വിളിക്കാമെന്നാണ് പറയുന്നത്. ബിഗ് ബോസ് ഇപ്പോൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അവരോട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കുന്നില്ല. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ എന്നെ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വിളിക്കുന്നു. ഷാനവാസും അക്ബർ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും നിങ്ങൾ അകത്തേക്ക് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്.